പ്രിയ കലാസ്നേഹികളെ, ആത്മാവിൻ്റെ കലയാണ് നാടകം. മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന കല. പ്രേതഭൂതാദികളുടെ ഭയപ്പാടിൽ നിന്നും നർമ്മോക്തികൾ ഉണ്ടാക്കി ആസ്വദിച്ച മനുഷ്യൻ ഇന്ന് ഭയപ്പെടുന്നത് ആരെ? മൃഗത്തെയോ മൃഗതുല്യരായവരെയോ? ദൃശ്യാനുഭവങ്ങളുടെ പുത്തൻ ഭാവുകത്വം പകർന്ന് സാമൂഹ്യ മാറ്റത്തിന്റെ ശങ്കുലിയുമായി സിനിമാറ്റിക് നാടകം എന്ന സങ്കല്പത്തിന് സാക്ഷാത്കാരം നൽകുകയാണ് ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ കാർത്തികപ്പള്ളി. പ്രിയപ്പെട്ടവരെ, ഇതിലെ കഥയും കഥാപാത്രങ്ങളും നമ്മളിൽ ഓരോരുത്തരുമാണെന്ന് തോന്നിയാൽ ആ തോന്നൽ തികച്ചും തോന്നലാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. കാർത്തികപ്പള്ളി ഹോളി ട്രിനിറ്റി വിദ്യാഭവന്റെ 38ാമത് വാർഷികത്തോടനുബന്ധിച്ച് ലയരാഗവർണ്ണ നൃത്തഘോഷത്തോടെ ഹോളി ട്രിനിറ്റി വിദ്യാഭവനിലെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ ആദ്യ സിനിമാറ്റിക് നാടകം റൂഹേ തളരാതെ. കലാസ്നേഹികളെ, നിങ്ങൾ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണവും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ടും നീതിയുടെ ഉയർച്ച താഴ്ചകൾ അന്വേഷിക്കുന്നവർക്കായി ഈ സർഗസൃഷ്ടി സമർപ്പിച്ചുകൊണ്ടും ആരംഭിക്കുന്നു ട്രിനിറ്റി അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡ്രാമ റൂഹേ തളരാതെ. പ്രിയപ്പെട്ട മഹാജനങ്ങളെ, ഭാരതം സ്വാതന്ത്ര്യം നേടി എന്ന് നാം അഭിമാനത്തോടെ പറയുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ നാം സ്വതന്ത്രരാണോ? 1957 എന്താണ് സംഭവിച്ചത്? അതുതന്നെയല്ലേ 1988 സംഭവിച്ചത്? അതുതന്നെ ആവർത്തിക്കപ്പെടുകയല്ലേ 2000-ലും? 25 വർഷം പിന്നിട്ട് 2025 എത്തിയിട്ടും ആ സ്ഥിതിക്ക് മാറ്റമുണ്ടോ? ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ തീർച്ചയായും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. അതിനാൽ കാളയില്ലാത്ത കാളവണ്ടി ചിഹ്നത്തിൽ നിങ്ങൾ എന്നെയും എൻ്റെ പാർട്ടിയെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സമ്മതിദായകരെ, നമ്മുടെ സ്ഥാനാർത്ഥി കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അജഗജാന്തര പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിലൂടെ വിശദമാക്കിയതിനാൽ എനിക്കധികം വിശദീകരിച്ചു പറയാനില്ല. ആഗോള പ്രതിസന്ധികളുടെ ക്രിയാത്മക പ്രക്ഷാളനത്തിലൂടെ നമ്മുടെ രാജ്യം മുന്നേറണമെന്ന് മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ആഗ്രഹിക്കാനുള്ളത്. സൂക്ഷ്മാന്തരങ്ങൾ വ്യാഖ്യാനിച്ചും കാര്യങ്ങളുടെ ന്യായാന്യായ സംവാദ പരിപ്രേക്ഷ്യത്തിലൂടെ രാജ്യത്തിനാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഏകാത്മക വിജയോന്മാദമാവും എന്നുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കാളവണ്ടി ചിഹ്നത്തിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമോഭാവം. അടുത്തതായി നന്ദി അർപ്പിക്കുവാൻ പ്രിയപ്പെട്ട സഹചാരിണി പഞ്ചായത്ത് പ്രസിഡന്റ് മാളവികയെ സാദരം സഘോഷം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സമ്മതിദായകരെ, ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ സാമുദായിക സാംസ്കാരിക മണ്ഡലത്തിൽ വിവാദങ്ങളുടെ പ്രഹേളിക സൃഷ്ടിച്ചു പ്രോജ്വല ശോഭ നേടിയ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. ഇവിടെ കൂടിയ എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? അടിപൊളി അല്ലായിരുന്നോ? കിടുക്കി കളഞ്ഞില്ലേ? സാറിൻ്റെ പൊതുവിജ്ഞാനം അപാരം.
പ്രസംഗം വിറപ്പിച്ചു. അല്ല, 57-ൽ എന്നതാ സംഭവിച്ചേ? 88-ലും 2000-ലും എന്താവർത്തിച്ചു? 25-ന്റെ സ്ഥിതി എന്താ? നിനക്കത് മനസ്സിലായില്ലേ? ചരിത്രബോധം തീരെയില്ല. ഈ വർഷങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു. അല്ല സഹചാരി, ചില വാക്കുകളൊക്കെ പറയുന്ന കേട്ടല്ലോ. എന്താണ് ഈ അജഗജാന്തര പ്രക്ഷോഭണം, ക്രിയാത്മക പ്രക്ഷാളനം, സൂക്ഷ്മാന്തര വ്യാഖ്യാനം, ഏകാത്മക വിജയോന്മാദം? ഇവയൊക്കെ കൊണ്ട് കവി എന്താ ഉദ്ദേശിച്ചേ? നേതാവിന് സാഹിത്യവാസന തീരെയില്ല. അർത്ഥാന്തരങ്ങളുടെ അനർഗള നിശ്വാസ വാക്കുകൾ ഞാൻ പുതിയ റിസോർട്ടിൻ്റെ ഇൻട്രോ ഡാൻസിൻ്റെ പാട്ടിൽ നിന്നെടുത്തതാ. എൻ്റെ ചില പരീക്ഷണങ്ങൾ കൂടെ ചേർത്തുണ്ടാക്കിയതാ. അല്ല, സമയമാകുന്നല്ലോ, അങ്ങോട്ട് പോകണ്ടേ? പോസ്റ്റർ അടിക്കാനുള്ള ഫണ്ട് ആ റിസോർട്ട് മാനേജരിൽ നിന്ന് കയ്യോടെ വാങ്ങിക്കണം. ആ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ? പ്രസിഡന്റിന്റെ നന്ദി പ്രസംഗം കൊള്ളാമായിരുന്നു. നിനക്ക് വായിക്കൊള്ളുന്ന വാക്കുകളൊക്കെ എഴുതി കൊടുത്തൂടെ? എങ്കിലും ഒപ്പിച്ചെടുത്തു. എല്ലാം ഒപ്പിക്കലല്ലേ? ദേ വരുന്നുണ്ട്. അതിനിടയ്ക്കൊന്ന് ഒരുങ്ങിയ മട്ടുണ്ട്. നമുക്ക് എൻ്റെ കാറിൽ അങ്ങോട്ട് പോകാം. പനിമത്തി മുഖി Hello, good evening everyone. I welcome you all to enjoy the wonderful opening ceremony of our Valentine Music Resort. Let us now enjoy a series of variety dance. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. നീ അറിഞ്ഞോ പെണ്ണ്, പാരിക്ഷോപ്തിയായോ? തൂലം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ. കാറ്റുപോയോ പെണ്ണ്, നിഷ്ടകാന്തം നീയേ. ഉള്ളിൽ കൊള്ളിച്ചാടും പൂക്കും ചന്നം പിന്നം ചടപടയോളം. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. This is the first day of a beautiful resort located near Ashtamudi Kail. Let me remind you something. Today's special for dinner, Nyande Konje Karimin. Have a great dinner.
അപ്പോൾ മാനേജർ സാറേ, നേരം വൈകി. റിസോർട്ട് അടിപൊളിയാക്കണ്ടേ? ഇലക്ഷൻ ഫണ്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. നമ്മുടെ പഞ്ചായത്തിന്റെ വികസന ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവന പ്രതീക്ഷിക്കുന്നു. ഇലക്ഷൻ ഫണ്ട് റെഡിയാ, പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം. നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യം ഞാൻ മറക്കില്ല. എല്ലാരും കഴിച്ചിട്ട് പോയാൽ മതി. മെമ്പറേ, ഐസ്ക്രീം കഴിക്കണേ. സമയം വൈകി, എന്നാ നമുക്കിറങ്ങാം. മാനേജറെ, കഴിക്കാനുള്ളത് പാഴ്സൽ എടുത്തു. ചിക്കൻ പീസിന്റെ എണ്ണം കൂട്ടിക്കോ. അല്ല, ഇതാര് ഗോപാലമ്മാവനോ? ഇന്നെന്താ വെടിവെക്കാനൊന്നും പോയില്ലേ? കാട്ടിപ്പറമ്പിലെ തൊടിയില് പന്നി ഇറങ്ങി. വാഴ മുറിയാൻ കുത്തി മറിക്കുക. പടക്കമെറിഞ്ഞ പന്നി വാശി തീർക്കും പോലെ വാഴ മറിക്കും. ഇന്ന് വൈകിട്ട് അവിടെ കാവല് നിന്നതാ, ഒന്നും വന്നില്ല. വാഴയിൽ അണങ്ങുന്നത് ലാക്കാക്കി ഒരു വെടി പൊട്ടിച്ചു. കുറച്ചു നേരം കാത്തു നിന്നിട്ട് ചെന്ന് നോക്കിയപ്പോ ഒരു വാലിന്റെ കഷ്ണം. ആ, ഉള്ളതാവട്ടെ. ഗേറ്റിന് പെയിന്റ് അടിക്കാൻ ഒരു ബ്രഷായി. ബ്രഷോ? അണ്ണാന്റെ വാല് ബ്രഷായിട്ട് ഉപയോഗിക്കാം. എന്നിട്ടെന്താ ഇങ്ങോട്ട് പോന്നേ? വാല് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് കവല വരെ പോയി. പതിവ് സേവയ്ക്കായിരിക്കും അല്ലേ? അതന്നെ, ലേശം അകത്താക്കി സുഖമായി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നേരം അങ്ങ് പോയി. വീട്ടിലൊക്കെ വഴിയില് കുറ്റിക്കാറില് എന്തോ അനക്കം. നോക്കിയപ്പം 3-4 മുയല്. ആ, ഒരു വെടി അങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് മുയലിനെ കിട്ടിയാ? ഓ, നേരം ഇരുട്ടിയത് കൊണ്ട് ഉന്നം ശരിയായില്ല. ഇരുട്ടിയത് കൊണ്ട് വല്ല കുറുക്കനോ വരുമ്പോമ്പോ കാണും. നമ്മളായിട്ടെന്തിനാ അവരുടെ ചാപ്പാട് മുടക്കുന്നേ? ആ, പിന്നെ തിരിച്ച് കവലയിൽ പോയി ശങ്കരന്റെ കടയിൽ ഇത്തിരി നേരം ഇരുന്നു. അവിടെ നിന്ന് ഇതും വാങ്ങി ഇങ്ങോട്ട് നടന്നു. കൊച്ചുമോന് കൊടുക്കാം. ഇതേതാ ഈ കുരുപ്പ്? അത് വടക്കേലെ കുരിയച്ഛന്റെ മോനാ. ഇവരെന്താ ഇവിടെ? കുരിയച്ഛനൊന്ന് വീണു. സോഫി അവനെ കൊണ്ട് ആശുപത്രിയിൽ പോയേക്കുക. കുരിയച്ഛന്റെ ചേട്ടൻ വന്നിട്ടേ അവള് വരൂ. അതുവരെ ഇവനിവിടെ നിൽക്കട്ടെ. എന്നാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. എടാ, നിന്റെ പേരെന്താ? എബി ഡിക്രൂസ് കുര്യാക്കോസ്. കൊള്ളാലോ. വീട്ടിലെന്നാ വിളിക്കും? എടാ എബിയേ. അപ്പൊ നാട്ടിലോ? നാട്ടുകാര് പലതും വിളിക്കും. ഓഹോ, അത് ശരിയാ. നീ നല്ല മൂപ്പല്ലേ? മൂക്കാൻ ഞാൻ മാങ്ങയോ തേങ്ങയോ വല്ലതുമാണോ? എന്റെ അമ്മോ. ആട്ടെ, നിന്റെ അപ്പനെന്താ ജോലി? ആട്ടയും കടലയോ ഒന്നും അല്ല, അപ്പം കട നടത്തുക. കട എങ്ങനെയാടാ നടക്കുന്നേ? കട നടക്കുന്നില്ല, നിൽക്കുക. നിക്കുന്ന എന്തിനാ? ഇരിക്കാൻ പറ. അത് കട സൗകര്യം പോലെ ചെയ്തോളും. ഓഹോ, നിന്റെ അപ്പനാണോ കട നോക്കുന്നേ? അപ്പം മാത്രമല്ല, കടയിൽ വരുന്നവരും പോന്നവരും എല്ലാം നോക്കും. കച്ചവടം എങ്ങനുണ്ട്? കച്ചവടം ഉണ്ണില്ല, മനുഷ്യരല്ലേ ഉണ്ണുന്നത്. ചേടാ കുരുപ്പേ, കച്ചവടം നന്നായി നടക്കുന്നോ? ആളുകൾ നടന്നും വരും, വണ്ടിയിലും വരും. സാധനങ്ങൾ ചോദിക്കും, കൊടുക്കും, കാശ് വാങ്ങിക്കും. അങ്ങനെ കച്ചവടം നടക്കുന്നത്. അതല്ലടാ, നല്ല കാശ് കിട്ടുന്നുണ്ടോ? നല്ല കാശും ചീത്ത കാശും കിട്ടാറുണ്ട്. അതെന്നതാ ഈ ചീത്തക്കാശ്? ചിലപ്പോൾ കീറിയ നോട്ടും കിട്ടാറുണ്ട്. എടാ കുഞ്ഞേ, നീ ഇങ്ങോട്ട് വന്നിരി. എനിക്കൊന്ന് ചാരി ഇരുന്ന് മയങ്ങാനാ. ചാരുകയൊന്നും വേണ്ട, ഞാൻ അടുത്ത് വന്നിരിക്കാം. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ്. ഗംഗാധരൻ എന്താ വൈകിയത്? ഞാനേ ഒന്ന് പാലാ വരെ പോയതാ. എന്തു പറ്റി? അതെ, നമുക്കവിടെ ഒരു ഇഞ്ചിത്തോട്ടം ഉണ്ടല്ലോ. അതിൻ്റെ വടക്കേലെ പുരയിടത്തിനും ഇതിനും ഒരേ പാട്ടക്കരാറാ. വടക്കേ പുരയിടക്കാരനെ കരാറ് പുതുക്കാനേ പോയപ്പോഴേ ഞാനും ഒന്ന് കൂടെ പോയതാ. അമ്മോ, നിന്നോട് ഞാൻ പറഞ്ഞതാ ഫോണിലും ലാപ്പിലും ചാറ്റൊന്നും വേണ്ടാന്ന്.
ഒന്ന് കിട്ടിയ അനുഭവം കൊണ്ട് നീ ഒന്നും പഠിച്ചില്ലേ? മുറിയിൽ കൊത്തിയിരുന്ന ലോകം കാണുക. നിന്റെ അച്ഛനാ നിന്നെ കൊഞ്ചിച്ച് വഷളാക്കിയത്. നീ ആ മുറിക്ക് പുറത്തോട്ട് ഇറങ്ങിക്കേ. ഇന്ന് അങ്ങേരുടെ മുന്നിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? മോടെ കാര്യം ഇന്ന് തീരുമാനിച്ചോണം. നീ എന്തിനാ മാളു ഇങ്ങനെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നേ? അയൽക്കാർക്ക് കിടന്നുറങ്ങണ്ടായോ? അകം വേവുന്നത് പുറം അറിയരുതെന്നാ. അങ്കിളെ, ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുക. വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ നിൽക്കണം. നീ എന്താ മാളു ഇങ്ങനെ? കാര്യങ്ങൾ അങ്ങോട്ട് പറ. പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? തന്തമാരായ മക്കളെ നിലയ്ക്ക് നിർത്തണം. ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ നിലത്ത് നിൽക്കാതെ സ്നേഹിച്ചവൻ എന്താ കാണിച്ച്? അവളുടെ കരണം തല്ലി പൊട്ടിച്ച്. മനോധൈര്യമില്ലാതായപ്പോൾ മേലാൽ ഇങ്ങനെ ഉണ്ടാകരുതെന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ എന്താ ചെയ്തേ? മനസ്സ് നേരെയാക്കാൻ കൗൺസിലിന് കൊണ്ടുപോയി. എന്നിട്ട് എന്തായി? അപ്പറഞ്ഞത് ശരി. എന്ത്? ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്തില്ലേ? അവിടുത്തെ സാഹചര്യം മോശമായപ്പോൾ എൻ്റെ വ്യക്തിത്വത്തിന് മാനത്തിന് വിലയിട്ടപ്പോൾ നല്ല തല്ലു കൊടുത്തിട്ട് ആ ജോലി കളഞ്ഞതാണോ കുറ്റം? നിങ്ങളിങ്ങനെ രണ്ടുപേരും ചേർന്ന് കലഹം തുടങ്ങിയാൽ എന്ത് ചെയ്യും? അമ്മയ്ക്ക് എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ചേച്ചി കൊൽക്കട്ടയിൽ ജോലി ചെയ്തില്ലേ? അതിലമ്മയ്ക്ക് വിഷമമില്ലേ? അവൾ അവളുടെ കാര്യം നോക്കി ജീവിക്കുകയല്ലേ? നമ്മുടെ നന്ദിനി മോളുടെ കാര്യമാണോ ഇവൾ പറയുന്നത്? താടിക്ക് തീ പിടിക്കുമ്പോളേ അതിന്ന് വീടി കത്തിക്കല്ലേ പിള്ളേ. എല്ലാരും പോയിക്കോ. നൊന്ത് പറ്റതിനെ ഒന്നും വയസ്സാം കാലത്ത് സഹായിക്കാൻ കിട്ടത്തില്ലല്ലോ. അങ്ങനെ പറയരുത് മാളു. 2 ദിവസം അവധി കിട്ടിയാൽ രോഗികളെ കളഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഓടി വരില്ലേ? ചേച്ചിക്ക് എന്തും ചെയ്യാം, എനിക്ക് ഒന്നും പറ്റാത്ത. എല്ലാവരും ഒന്ന് ശാന്തരാകുക. ഞാൻ നല്ല ചക്കിയുപ്പേരി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് കഴിച്ചുകൊണ്ട് അല്പനേരം ടി വിയിലെ വാർത്ത കാണാം. അത് നല്ല കാര്യം. എന്നിട്ട് ചക്കയുപ്പേരി എന്തേ? അതാ ടെഡി ബിയറിന്റെ വയറ്റിലുണ്ട്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ച് 31-കാരിയായ PG ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതിന്റെ തെളിവുകളെല്ലാം റിപ്പോർട്ടിലുണ്ട്. അതിനിടെ കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രി കെട്ടിടം ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തു. വിവരങ്ങളുമായി ER രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ഈ പ്രതിഷേധം ശക്തമാവുകയാണ്. IMA നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ടോ? ആശ്വതി, ഈ IMA അതായത് നാളെ രാജ്യവ്യാപക സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് നാളെ രാവിലെ 6 മണി മുതൽ 24 മണിക്കൂർ സമരമാണിപ്പോൾ IMA ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്താ ന്യൂസിൽ കാണിച്ച്? അത് നമ്മുടെ മോഡ് ആശുപത്രിയല്ലേ? 31-കാരി PG ഡോക്ടർ എന്തായി കേൾക്കുന്നത്? അയ്യോ എൻ്റെ മോള്. നീ ഒന്ന് അടങ്ങ്. ആവശ്യമില്ലാതെ ചിന്തിക്കാതെ. മോളെ, നീ ചേച്ചിയൊന്ന് വിളിച്ചേ. അമ്മേ, അച്ഛാ, ദേ. അമ്മേ, അമ്മ വിഷമിക്കണ്ട. മോളെ, നമ്മുടെ നന്ദു. ഒന്ന് സമാധാനിക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്നും അറിയാൻ പറ്റുന്നില്ല അമ്മേ. മനസ്സാകെ മരവിച്ചിരിക്കും. കരയാനും പറ്റുന്നില്ല അമ്മ. കണ്ണടയ്ക്കുമ്പം ആ പിശാചിന്റെ മുഖമാണ്. മോളെ, കരയരുത് എന്ന് പറയുന്നില്ല. സങ്കടം തീരുവോളം കരഞ്ഞോളൂ. നിനക്ക് വിശക്കുന്നുണ്ടോ മോളെ? മാളു, ഒന്ന് സമാധാനിക്ക്. നിനക്ക് നീതി കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും പോകും. കുറ്റവാളികളെ നിയമത്തിന്റെ പഴുതുകൾ അന്വേഷിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകും. എങ്കിലും ഒന്നിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നീ എൻ്റെ മോളാണ്. ദേ, നേതാക്കന്മാർ വരുന്നുണ്ട്. നമ്മുടെ പാർട്ടി ഈ സംഭവത്തെ പൈശാചികം എന്ന് അപലപിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കുക. പീഡനത്തിനിരയായ കുട്ടിക്ക് നീതി ലഭിക്കണം. എല്ലാ മാധ്യമങ്ങളും നമ്മുടെ പക്ഷത്താ. ഇക്കാര്യത്തിൽ
ശക്തമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം തയ്യാറാക്കുകയാണ്. നന്ദിനി പീഡനത്തിന്റെ ഒരു ഇര മാത്രമാണ്. എന്ത് രാഷ്ട്രതന്ത്രമാണിത്? ജീവിതം മുടിച്ചവർ ഹീറോകൾ, ജീവിതം നശിച്ചവരോ ഇരകൾ. ഇത് എൻ്റെ കുടുംബത്തിന്റെ ദുരന്തമാണ്. ഈ അവസരം മുതലെടുത്തുള്ള രാഷ്ട്രീയ പകപോക്കലുകൾക്ക് ഞാൻ ആളല്ല. ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ നിങ്ങളുടെ ആദർശങ്ങളുടെ വഴിക്കല്ല ഞാൻ. നേതാക്കന്മാരെ, ആള് ആകെ നീറിപ്പൊകഞ്ഞിരിക്കുക. തൽക്കാലം അവരൊന്ന് ശാന്തമാകട്ടെ. നിങ്ങൾക്ക് വേണ്ടത് ഇരകളെയാണ്, വാർത്തയ്ക്ക് പറ്റിയ ഇരകളെ. ഇവിടെ അത് സാധ്യമല്ല. എല്ലാവരും ഒന്ന് ഇറങ്ങിയട്ടെ. ഞങ്ങൾ അവളെ ആശ്വസിപ്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടുക. എന്തു സഹായത്തിനും ഞങ്ങളുണ്ട്. ഓ ശരി, അങ്ങനെ ആകട്ടെ. നാടിനെ എന്നല്ല, ലോക മലയാളികളെ മുഴുവൻ ദുഃഖത്തിൽ തള്ളിയിട്ട സംഭവമാണ് പ്രേക്ഷകരെ ഞങ്ങളുടെ ചാനലിൽ ഇന്ന് എക്സ്ക്ലൂസീവ് ന്യൂസായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പീഡനത്തിനിരയായ കുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള ഹൃദയഭേദകമായ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകരെ നമ്മൾ കടന്നു ചെല്ലുന്നത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എൻ്റെ കണ്ണീർ കൂടി വിറ്റ് റേറ്റിംഗ് കൂട്ടാനാണോ? മോടെ കണ്ണീർ തോരും മുമ്പ് കുടുംബത്തിൻ്റെ നൊമ്പരം അവതരിപ്പിക്കാൻ ഇതാണോ മാധ്യമധർമ്മം? ക്യാമറ ഓഫ് ചെയ്തേ. മനുഷ്യൻ്റെ സ്വകാര്യതയെ വിറ്റ് കാശാക്കുന്ന ഏർപ്പാട് ഇവിടെ നടക്കില്ല. മോനെ, നിന്റെ സഹോദരിക്കാണ് ഈ ദുരന്തമുണ്ടായതെങ്കിൽ നീ ക്യാമറക്കാരനെയും കൂട്ടി നിന്റെ അമ്മയുടെ കണ്ണീരിൻ്റെ ദൃശ്യം പകർത്തി വിറ്റ് നീതി തേടുമോ? ഇത്തരം ദുഷ്ടത്തരം ചെയ്യുന്നവരുടെ മുഖം ചാക്കിട്ട് മൂടിയല്ലേ മാധ്യമങ്ങൾ ജനങ്ങളെ കാണിക്കുന്നത്. ഓടി വന്നിരിക്കുക നീതി തരാൻ. അതെ, ഞാൻ നാട്ടുകാരെ കൂട്ടണോ അതോ നിങ്ങളെ സ്ഥലം കാലിയാക്കുന്നോ? ചങ്ക് പൊട്ടി നിൽക്കുമ്പോൾ എന്നാലും ആ കാട്ടാളന് എൻ്റെ നന്ദിനിയോട് അങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി? കഴിഞ്ഞതെല്ലാം മറന്നു തീരാൻ വിടാതെ നിൻ മുഖം വാടിയോ. കടന്ന നാളിൽ അറിഞ്ഞ നേരിൽ കാലം ഒരേ സാക്ഷിയോ. ഒരേ തണൽ തിരയും വേനലിൽ രാവുകൾ മയങ്ങിടാൻ മിഴികൾ മറന്നുവോ. ഉടഞ്ഞ ചില്ലിൽ തറഞ്ഞ നിന്റെ ഇളം കൈ വിരൽ തുമ്പുകൾ കൊരുത്തുമെല്ലെ നടന്നു നീങ്ങാൻ കൂടെ വരും ലോകമേ. സമൂഹത്തിൽ ഇനി പേരില്ലാത്ത ഇരകളില്ല. ഒരു സ്ത്രീയുടെയും സ്വപ്നങ്ങൾ കരിയില്ല. സ്വന്തം വ്യക്തിത്വം നെഞ്ചോട് ചേർത്ത് ശിരസ്സുയർത്തി സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ഇച്ഛാശക്തിയുടെ ജാലയായി, സ്നേഹത്തിൻ്റെ നക്ഷത്രദിതിയായി, ഇരുട്ടുകീറുന്ന പ്രകാശമായി, മനസ്സാക്ഷികൾക്ക് കൂട്ടായി അവൾ ഉണ്ടാകും. അവൾക്ക് മുഖമുണ്ടാകും, പേരുണ്ടാകും, മായാത്ത മേൽവിലാസമുണ്ടാകും. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും. അറിവിൻ്റെ അഗ്നിയായി അവൾ പടരും. ആ അഗ്നിയിൽ പുതിയൊരു സംസ്കാരമുണ്ടാകും. ആകാശത്തിൻ്റെ അതിരുകൾ ഭേദിക്കുന്ന, വേർതിരിവുകൾ തീണ്ടാത്ത സാംസ്കാരിക മണ്ഡലം. ഇനി അവിടേക്കാണ് എൻ്റെ പ്രയാണം.